കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ 2 ബംഗാൾ സ്വദേശികൾ പിടിയിൽ. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറിയവരാണ് പിടിയിലായത് ഇതര സംസ്ഥാന ലഹരി മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണികൾ. കിരൺ ചേരുന്നു. കിരൺ, വിശദാംശങ്ങൾ. അന്നവർ വലിയ ഒരു ലഹരിവേട്ട കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2 വിവിധ ഭാഷാ തൊഴിലാളികൾ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ ബംഗാൾ സ്വദേശികളാണ്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ പുറത്തുനിന്ന് എത്തിച്ചു നൽകിയ ഇവർ ഒഡീസയിൽ നിന്നടക്കമാണ് ഈ കഞ്ചാവ് പൊതികൾ കൊണ്ടുവന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 4 കിലോയോളം കഞ്ചാവ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് കളമശ്ശേരി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചിരുന്നു. അതിൽ പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചിരുന്നത് അനുരാജ് എന്ന വ്യക്തിയാണ്. ഈ അനുരാജ് പിന്നീട് മറ്റ് പ്രതികൾക്ക് ആഷിക്കും ഷാലിക്കും അടക്കമുള്ള മറ്റ് ആളുകൾക്ക് നേരത്തെ അറസ്റ്റിലായ 2 വിദ്യാർത്ഥികൾക്ക് ഈ പണം കൈമാറും. ആ വിദ്യാർത്ഥികളാണ് പിന്നീട് വിവിധ ഭാഷാ തൊഴിലാളികൾക്ക് ഇതര സംസ്ഥാനക്കാരായ ആളുകൾക്ക് ഈ പണം കൈമാറിയിരുന്നത്. ഇങ്ങനെ 18,000 രൂപയോളം കൈമാറിയതിന്റെ ഒരു വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ഇങ്ങനെ എത്തിക്കുന്ന കഞ്ചാവ് പൊതികൾ വിദ്യാർത്ഥികൾക്ക് നൽകിയ ശേഷം അവിടെ വെച്ച് ചെറിയ പാക്കറ്റുകളിലാക്കി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പണം കൈമാറുകയായിരുന്നു. 500 രൂപയ്ക്കും 400 രൂപയും എല്ലാം തന്നെ ഗൂഗിൾ പേ വഴി വാങ്ങിയതിനു ശേഷം ആ ഓരോ വിദ്യാർത്ഥികൾക്കായി കൈമാറുകയായിരുന്നു ചെയ്തത് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. നേരത്തെ ഇവരിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് മനസ്സിലായതോടുകൂടി മൂവാറ്റുപുഴയിലേക്ക് സുഹൈൽ ഒളിവിൽ പോയിരുന്നു. തുടർന്ന് പോലീസ് വിശദമായി തന്നെ ഇവരെ തെരഞ്ഞു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ സാഹസികമായി തന്നെ ഈ 2 പേരെ പിടികൂടിയത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം വിദ്യാർത്ഥികളിൽ നിന്ന് അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്നു എന്ന് വിതരണക്കാരായ ആളുകൾക്ക് മനസ്സിലായി. എന്നാൽ പോലീസ് പറയുന്നത് ഈ ആളുകളിലും അന്വേഷണം അവസാനിക്കുന്നില്ല, ഈ കണ്ണികളിലും അന്വേഷണം അവസാനിക്കുന്നില്ല. മറ്റു നിരവധി ആളുകൾ കൂടി ഇത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചു നൽകുന്ന സംഘങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ആലുവ, കളമശ്ശേരി മേഖലകളിലടക്കം ഈ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവരിലേക്ക് കൂടിയാണ് പ്രധാനമായും അന്വേഷണം നീളുന്നത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് 6 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്.